വോട്ടെണ്ണലിന് 2 ദിവസം ശേഷിക്കെ കണക്കുകൂട്ടലിലാണ് കേരളത്തിലെയും 3 മുന്നണികളും. തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ, എറണാകുളത്ത് നിന്ന് എസ് ശ്രീകാന്ത്, കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദ് എന്നിവരാണ് തത്സമയ വിവരങ്ങളുമായി ചേരുന്നത്. ആദ്യം എസ് ശ്രീകാന്തിലേക്ക്. ശ്രീകാന്ത്, ഈ എക്സിറ്റ് പോൾ ഫലങ്ങളുടെ പശ്ചാത്തലത്തിൽ മധ്യ കേരളത്തിൽ ഈ 3 മുന്നണികളുടെയും കണക്കുകൂട്ടലുകൾ എന്താണ് ഒടുവിൽ? നിലവിലിപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചും BJPയെ സംബന്ധിച്ചും വലിയ ആത്മവിശ്വാസം അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. അതിന് കാരണങ്ങൾ വിവിധങ്ങളാണ്. ഒന്ന്, BJPയിലേക്ക് വരികയാണെങ്കിൽ BJP അക്കൗണ്ട് തുറക്കും എന്ന് ഒട്ടുമിക്ക സർവേകളും ഇന്നലെ പ്രവചിച്ചിരുന്നു. ആ അക്കൗണ്ട് തുറക്കും എന്ന് പ്രവചിക്കുന്ന സീറ്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സീറ്റ് ഈ മധ്യ കേരളത്തിലാണ്, തൃശൂർ ജില്ലയിൽ. അത് തൃശൂർ ജില്ലയിൽ സുരേഷ് ഗോപി ജയിക്കും എന്ന തരത്തിൽ BJP ഇപ്പോഴും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. BJP കണക്ക് കൂട്ടുന്നത് അവിടെ സ്ത്രീ വോട്ടർമാരുടെ വലിയ തോതിലുള്ള വോട്ട് അത് സുരേഷ് ഗോപിക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നും ന്യായമായ വോട്ടുകൾ സുരേഷ് ഗോപിക്ക് എത്തിയിട്ടുണ്ട് എന്ന് BJP കണക്കുകൂട്ടുകയും ചെയ്യുന്നു. ഏറ്റവും അധികം ശക്തമായ പോരാട്ടം നടന്ന ഒരു മണ്ഡലം കൂടിയാണത്. K മുരളീധരൻ, അതോടൊപ്പം തന്നെ VS സുനിൽകുമാർ അടക്കമുള്ളവർ വലിയ മത്സരം കാഴ്ചവെച്ച സ്ഥലം കൂടിയാണ് തൃശൂർ. ആ കണക്കിൽ നോക്കിയാൽ തന്നെ വലിയ തോതിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു മണ്ഡലം തൃശൂരാണ്. അത് സംസ്ഥാനത്ത് തന്നെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ ഒന്ന്. അത് മധ്യ കേരളത്തിലാണ് വരികയും ചെയ്യുന്നത്. അവിടെ കോൺഗ്രസും വിജയം അവകാശപ്പെടുന്നുണ്ട്, CPIയും വിജയം തങ്ങളുടേതായിരിക്കും എന്ന് അവകാശപ്പെടുന്നുണ്ട്. നിലവിൽ കൂട്ടലും കിഴിക്കലും കഴിയുമ്പോൾ BJPക്ക് ഒരു എഡ്ജുണ്ട് എന്ന തരത്തിൽ തന്നെയാണ് അവിടെ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം പറയുന്നത്. വലിയ ആത്മവിശ്വാസത്തിലാണ് അവിടുത്തെ BJP നേതൃത്വവും. പാലക്കാടും നിലവിൽ വലിയ തോതിൽ മത്സരം നടന്ന സ്ഥലം, മത്സര പ്രതീതി ഉണ്ടായിരുന്നെങ്കിലും കോൺഗ്രസ് ക്യാമ്പാണ് അവിടെ വലിയ ആത്മവിശ്വാസത്തിൽ നിലവിലുള്ളത്. VK ശ്രീകണ്ഠൻ ജയിച്ചു കയറും, ഈ ഭൂരിപക്ഷം കുറഞ്ഞാലും ജയിച്ചു കയറും എന്നൊരു പ്രതീക്ഷയിൽ കോൺഗ്രസ് ക്യാമ്പ് അവിടെ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. ഈ എക്സിറ്റ് പോളുകളുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ കോൺഗ്രസിന് ഒരു മുൻതൂക്കം നൽകുന്നതും അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. ആലത്തൂരിലേക്ക് വരുമ്പോൾ കോൺഗ്രസ് ക്യാമ്പ് ആശങ്കയിൽ തന്നെയാണ്. എക്സിറ്റ് പോളുകളിൽ 16 മുതൽ 19 വരെ കോൺഗ്രസിന് സീറ്റുകൾ കിട്ടും എന്ന് പറയുമ്പോൾ 1-2 സീറ്റുകൾ കുറഞ്ഞാൽ അത് ആലത്തൂരിലായിരിക്കുമോ എന്നൊരു ആശങ്ക അവർക്ക് ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം മുതൽ തന്നെയുണ്ട്. മന്ത്രി K രാധാകൃഷ്ണൻ മത്സരരംഗത്തിറങ്ങുമ്പോൾ രമ്യ ഹരിദാസ് ശക്തമായ മത്സരം കാഴ്ചവെച്ചിരുന്നു. ഒരു സംശയവും വേണ്ട, സ്ത്രീ വോട്ടുകളിലേക്ക് കടന്നു കയറാൻ കൃത്യമായി രമ്യ ഹരിദാസിനായിട്ടുമുണ്ട്. പക്ഷേ അത് വോട്ടെണ്ണൽ നടന്ന് ഫലം വരുമ്പോൾ അത് എത്രത്തോളം കോൺഗ്രസിന് അനുകൂലമായിരിക്കുമെന്നൊരു ആശങ്ക അവർക്കുണ്ട്. അതിൽ ഒരു സംശയവും വേണ്ട. ഈ എക്സിറ്റ് പോളുമായി ബന്ധപ്പെട്ടതാണ് പറയാനുള്ളത്. ഇടുക്കിയിലും കോട്ടയത്തുമൊക്കെ തന്നെ കൂട്ടലും കിഴിക്കലും നടന്നുകൊണ്ടിരിക്കുന്നു. എറണാകുളത്ത് കഴിഞ്ഞ തവണ ഹൈബീഡൻ വലിയ ഭൂരിപക്ഷം നേടിയെങ്കിലും ഇക്കുറി അതുണ്ടാകുമോ എന്ന് കോൺഗ്രസ് ക്യാമ്പിൽ ഒരു സംശയവും നിലനിൽക്കുന്നുണ്ട്. വേണു, അതാണ് മധ്യ കേരളത്തിലുള്ള വിവരങ്ങൾ. ഇനി തെക്കൻ കേരളത്തിലേക്ക് ഷഫീദ് റാവുത്തർ വിശദാംശങ്ങളുമായി. ഷഫീദ്, ഇപ്പോൾ തെക്കൻ കേരളം പരിശോധിക്കുകയാണെങ്കിൽ അവിടെ നിന്നാണ് 2 BJPക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന തരത്തിലേക്ക് എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നത്. അതിൽ തിരുവനന്തപുരമുണ്ട്, ആറ്റിങ്ങൽ കൂടി എടുത്തു പറയുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിൽ BJPയുടെ ലിസ്റ്റിൽ ആറ്റിങ്ങൽ ഉണ്ടോ എന്നുള്ളതിൽ സംശയമുണ്ട്. അങ്ങനെ അവർ ആറ്റിങ്ങലിന്റെ പേര് പറഞ്ഞതായി നമുക്കറിയില്ല. പക്ഷേ ഈ പ്രതികരണം വന്നതിന് ശേഷം BJP കേന്ദ്രങ്ങളിൽ നിന്ന് കൃത്യമായ എന്തെങ്കിലും അതിന്മേലൊക്കെയുള്ള റിയാക്ഷൻ വരുന്നുണ്ടോ? V മുരളീധരൻ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെ സ്വാഗതം ചെയ്തു. പക്ഷേ ആറ്റിങ്ങൽ എന്ന പേര് അദ്ദേഹം പറയുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. K സുരേന്ദ്രന്റെ പ്രതികരണം ഈ എക്സിറ്റ് പോളിന് ശേഷം വന്നതായി കണ്ടില്ല. അപ്പോൾ ഏത് തരത്തിലേക്കാണ് എക്സിറ്റ് പോൾ ഫലങ്ങളെ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ വിലയിരുത്തുന്നത്? CPIM ഇതിനോടകം തന്നെ തള്ളിയിട്ടുണ്ട്. അനുജ, തെരഞ്ഞെടുപ്പിന് ശേഷം BJP അനൌദ്യോഗികമായി അവരുടെ നേതൃത്വത്തിലടക്കം നടത്തിയ ചർച്ചകളിൽ അവർ മുന്നോട്ട് വെച്ചത് കേരളത്തിൽ നിന്ന് 2 സീറ്റുകൾ എന്നുള്ളതാണ്. പക്ഷേ അവരെ അടക്കം ഒരു തരത്തിൽ ഞെട്ടലുണ്ടാക്കുന്ന തരത്തിലേക്കാണ് ഇന്നലത്തെ എക്സിറ്റ് പോളുകൾ പുറത്തു വന്നത്. അതായത് 1 മുതൽ 3 അതല്ലെങ്കിൽ 1 മുതൽ 4 എന്നുള്ള സീറ്റ് പ്രവചനം സ്വാഭാവികമായും BJPയെ സംബന്ധിച്ച് വലിയൊരു ആത്മവിശ്വാസം നൽകുന്നുണ്ട്. അത് സീറ്റുകൾ കിട്ടുന്നു എന്നതിനപ്പുറത്തേക്ക് വോട്ടിംഗ് ശതമാനം കാര്യമായി കൂട്ടാൻ കഴിയും. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, തൃശൂർ, പത്തനംതിട്ട തുടങ്ങിയ മണ്ഡലങ്ങളിൽ അവർക്ക് അവരുടെ വോട്ട് ഷെയർ കൂട്ടാൻ കഴിയും എന്ന വലിയ ആത്മവിശ്വാസം അവർക്കുണ്ട്. അതാണ് ഇന്നലെ V മുരളീധരന്റെ വാക്കിൽ നിന്നടക്കം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അതേസമയം സംസ്ഥാന നേതൃത്വത്തിന്റെ ഒരു ഔദ്യോഗികമായ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടില്ല. K സുരേന്ദ്രൻ കുറച്ചുകൂടി കൂടിയാലോചനയ്ക്ക് ശേഷം പ്രതികരിക്കാം എന്നുള്ള നിലപാടിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. തെക്കൻ കേരളത്തെ സംബന്ധിച്ച് നമുക്കറിയാം, കഴിഞ്ഞ തവണ UDFന്റെ ക്ലീൻ സ്വീപ്പിനിടയിലും
LDF-നൊപ്പം നിന്നത്, LDF-ന് ഒരു ആശ്വാസ തുരുത്തായി മാറിയത് ആലപ്പുഴയിലായിരുന്നു. ആ ആലപ്പുഴയിലടക്കം കാര്യമായ പ്രതീക്ഷ ഇക്കുറി LDF പുലർത്തുന്നുണ്ട്. തിരുവനന്തപുരം സ്വാഭാവികമായി നമുക്കറിയാം ഒരു ദേശീയ ചർച്ചയായ മണ്ഡലമാണ്. ആ തിരുവനന്തപുരം മണ്ഡലത്തിൽ ത്രികോണ മത്സരം എന്നുള്ള പ്രതീതി ആദ്യം തൊട്ടേ ഉണ്ടായിരുന്നു. അതിനുശേഷം അവസാന ഘട്ടത്തിൽ പോലും അവിടെ നടന്ന ചർച്ചകളിൽ ഒന്ന് ആരെയാണ് അല്ലെങ്കിൽ BJP എതിർക്കുന്നത് ആര് എന്നുള്ളതാണ്. അതൊരു തരത്തിൽ UDF NDA പോരെ അല്ലെങ്കിൽ BJP പോരെ, അതിനപ്പുറത്തേക്ക് LDF BJP പോരെ എന്ന തരത്തിലേക്കുള്ള ചർച്ചകളും അവകാശവാദങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ BJPക്ക് വളരെ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അത് തിരുവനന്തപുരമായി മാറുമ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയപ്പെടുന്ന പുതുമുഖത്തെ ഇറക്കി ശശി തരൂർ എന്ന സിറ്റിംഗ് MPയെ അവർക്ക് മത്സരിക്കാൻ കോമ്പീറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളൊരു ആത്മവിശ്വാസം BJPക്ക് സ്വാഭാവികമായും നൽകുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആറ്റിങ്ങൽ മണ്ഡലത്തെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ CPM അവിടെ കളത്തിലിറക്കിയത് അവരുടെ ജില്ലാ സെക്രട്ടറിയാണ് വി ജോയിയാണ് അടൂർ പ്രകാശിനെ നേരിടാൻ കളത്തിലിറക്കിയത്. BJPയെ സംബന്ധിച്ച് അവരുടെ കേന്ദ്രമന്ത്രി തന്നെ കളത്തിലിറങ്ങി അവിടെ ത്രികോണപ്പോര് ഉറപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു വിലയിരുത്തൽ സ്വാഭാവികമായും BJPയെ സംബന്ധിച്ചിട്ടുണ്ട്. അവിടെ കാര്യമായ അട്ടിമറി ഇടതു വലത് മുന്നണികൾ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ നേരിയ വോട്ടുകൾ അത് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ വലിയ തരത്തിൽ സ്വാധീന ശക്തിയായി മാറും എന്നുള്ളതാണ് ഇപ്പോഴത്തെ കണക്കുകൂട്ടൽ. ഇനി തെക്കൻ കേരളത്തിലെ മറ്റു മണ്ഡലങ്ങൾ പരീക്ഷിക്കുമ്പോൾ സ്വാഭാവികമായും അതിൽ ഏറ്റവും പ്രധാനം കൊല്ലമാണ്. കൊല്ലത്ത് സിറ്റിംഗ് MPയെ നേരിടാൻ CPM ഇറക്കിയത് M മുകേഷ് MLA ആയിരുന്നു. അവിടെയും കാര്യമായ ഗ്രൗണ്ട് വർക്ക് നടന്നു എന്നുള്ളൊരു വിലയിരുത്തൽ CPM-നെ സംബന്ധിച്ചിട്ടുണ്ട്. പക്ഷേ ഏത് വിധത്തിൽ അട്ടിമറി സാധ്യമാകും എന്നുള്ളതാണ് സുപ്രധാനമായിട്ടുള്ള കാര്യം. മറ്റൊന്ന് പത്തനംതിട്ടയാണ്. അവിടെ മുതിർന്ന നേതാവ് TM തോമസ് ഐസക്കിനെ CPM പത്തനംതിട്ട തിരിച്ചുപിടിക്കാൻ കളത്തിലിറക്കി. അവിടെയും തോമസ് ഐസക് നമുക്കറിയാം ഈ കുടുംബശ്രീ പോലെയുള്ള സംവിധാനങ്ങളെ കാര്യമായി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഉൾപ്പെടുത്തുക പ്രതികരിച്ചിറക്കം നമ്മൾ കണ്ടതാണ്. അപ്പോൾ പത്തനംതിട്ടയിലും ആ രീതിയിൽ വലിയ പ്രതീക്ഷ ഇടതു വലതു മുന്നണികൾക്കുണ്ട്. മറ്റൊന്ന് മാവേലിക്കരയിലാണ്. മാവേലിക്കര ഒരു അട്ടിമറി LDF പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു യുവ നേതാവ്, യുവമുഖം, മാത്രമല്ല കൊടിക്കുന്നിൽ സുരേഷിന്റെ വികസന പ്രവർത്തനങ്ങളടക്കം എണ്ണി പറഞ്ഞുള്ള ക്യാമ്പയിൻ നമ്മൾ കണ്ടതാണ്. പക്ഷെ അവിടെ UDF പുലർത്തുന്നത് ഇതുവരെ കൊടിക്കുന്നിൽ മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ അതിനെ മുൻനിർത്തി പ്രതിരോധിച്ചുകൊണ്ടായിരുന്നു. അപ്പോഴും മാവേലിക്കര ഒരു അൺപ്രഡിക്റ്റബിൾ കോൺസ്റ്റിറ്റ്യുവൻസിയായി മാറുന്നു എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ആലപ്പുഴയിലെ കാര്യം നമുക്കറിയാം. KC വേണുഗോപാൽ, AM ആരിഫ് സ്വാഭാവികമായും വളരെ പൊരിഞ്ഞ പോരാട്ടം നടന്നൊരു സ്ഥലമാണ്. അവിടെ ശോഭാ സുരേന്ദ്രൻ കൂടി വന്നപ്പോൾ സ്വാഭാവികമായും കളത്തിന്റെ നമ്മൾ കണ്ട ചിത്രങ്ങൾ അപ്പാടെ മാറിയത് നമ്മൾ കണ്ടതാണ്. വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തിരികൊളുത്തി വിട്ടൊരു സ്ഥലം കൂടിയായിരുന്നു ആലപ്പുഴ. ആലപ്പുഴ നിലനിർത്തുക LDF-നെ സംബന്ധിച്ച് CPM-നെ സംബന്ധിച്ച് സ്വാഭാവികമായും അഭിമാനകരമായ ഒരു കാര്യമാണ്. അതേസമയം KC എഫക്റ്റ് അത് ആലപ്പുഴയിൽ ആഞ്ഞടിച്ചിട്ടുണ്ടെന്നുള്ള വിലയിരുത്തലിൽ UDF-ഉം പോവുകയാണ്. അനുജ, അതാണ് തെക്കൻ കേരളത്തിൽ നിന്നുള്ള വിവിധ വിലയിരുത്തലുകൾ.